വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു മീൻ പൊരിച്ചതാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇത് അയക്കൂറ മീൻ വെച്ചിട്ടാണ് ഞാനിന്ന് ചെയ്യുന്നത്. ഏത് മീൻ വെച്ചിട്ടും ചെയ്യാം. കുറച്ച് ഇതുപോലെ നല്ല ഇറച്ചിയോട് കൂടിയിട്ടുള്ള മീനാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അയക്കൂറ അല്ലെങ്കിൽ ആവോലിയൊക്കെ പോലെയുള്ള മീനാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള ഈ മീൻ പൊരിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 കഷ്ണം അയക്കൂറയാണ് എടുത്തിരിക്കുന്നത്, അതായത് നെയ്മീൻ. അപ്പോൾ ഇത് ഞാൻ നല്ല തടിയോട് കൂടിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഇത് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഡ്രൈ ആയതുപോലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ചിങ്ങനെ നല്ല തടിയോട് കൂടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും പൊരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ മീനിലേക്ക് 2 പ്രാവശ്യമായിട്ടാണ് മസാല പുരട്ടി എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ മാരിനേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ വരെ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, ഒരു 1/2 ടേബിൾ സ്പൂൺ വരെ വെള്ളം. ഇത്രയും ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാലയുടെ കട്ടി കൂടിയിട്ട് തോന്നുവാണെങ്കിൽ ഒരല്പം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച മീൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് ഈ മസാല മീനിൻ്റെ 2 ഭാഗത്തും നന്നായിട്ട് ഇതുപോലെ ഒന്ന് പുരട്ടിയെടുക്കാം. മസാല നല്ല തിക്കായിട്ടൊന്നും പുരട്ടണ്ട, 2 വശത്തും ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുകളിലൊന്ന് പുരട്ടിയെടുത്താൽ മാത്രം മതി. എല്ലാ മീനിനും ഇതുപോലെ ഈ മസാല പുരട്ടി കൊടുക്കാം. എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുക. അഞ്ച് കഷ്ണം മീനും നന്നായിട്ട് ഈ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഈ മീൻ നമുക്കൊരു 10 മിനിറ്റ് ഇതുപോലെ വെച്ചിരിക്കാം. ഒരു 10 മിനിറ്റ് വെക്കുകയാണെങ്കിൽ ഇതിലുള്ള ഉപ്പും മുളകും ഒക്കെ മീനിലേക്ക് നന്നായിട്ട് പിടിച്ചോളും. അപ്പോൾ കുറഞ്ഞതൊരു 10 മിനിറ്റെങ്കിലും നമുക്കിതിങ്ങനെ അടച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ മസാല പുരട്ടാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പുട്ടുപൊടിയാണ് ഞാൻ ചേർക്കുന്നത്. പുട്ടുപൊടി കയ്യിലില്ലെങ്കിൽ സാധാരണ പത്തിരിപ്പൊടിയോ അല്ലെങ്കിൽ പത്തലിൻ്റെ പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പുട്ടുപൊടി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു കരികരിപ്പ് കിട്ടും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത്. അപ്പോൾ പുട്ടുപൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം. കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടലപ്പൊടിയും ചേർക്കാവുന്നതാണ്. അപ്പോൾ ചില ആളുകൾക്കൊന്നും കടലപ്പൊടിയുടെ ഫ്ലേവർ ഇഷ്ടാവില്ല. അങ്ങനെയുള്ളവർ കോൺഫ്ലോർ ചേർക്കുക, അല്ലെങ്കിൽ കടലപ്പൊടി കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാവും. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെയും ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വരെ കറിവേപ്പില വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നല്ലൊരു രുചിയായിരിക്കും കറിവേപ്പില ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ. വളരെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുക. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലൊട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ വെളിച്ചെണ്ണ മാത്രം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മീൻ ഓരോന്നായിട്ട് എടുത്ത് ഇതിലേക്കൊന്ന് മുക്കിയെടുക്കാം. മീനിൻ്റെ എല്ലാ ഭാഗത്തും നമ്മളിപ്പോൾ റെഡിയാക്കിയ ഈ രണ്ടാമത്തെ മസാല നന്നായിട്ടൊന്ന് പിടിപ്പിച്ചു കൊടുക്കുക. നമ്മൾ ചെയ്ത ഫസ്റ്റ് മാരിനേഷൻ കുറച്ച് വെള്ളത്തോട് കൂടി ഉള്ളതായതിനാൽ ഈ രണ്ടാമത്തെ മസാല നന്നായിട്ട് മീനിൽ പിടിച്ചിരുന്നോളും. ഇതുപോലെ നമ്മൾ 2 ഭാഗത്തും മാറി മാറിയിട്ട് നന്നായിട്ടൊന്ന് പിടിപ്പിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് അതിലങ്ങ് പിടിച്ചിരുന്നോളും. അപ്പോൾ നമ്മുടെ എല്ലാ മീനിലും ഈ മസാല നന്നായിട്ട് പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. ഈ രണ്ടാമത്തെ മാരിനേഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉടനെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്യാം. ഞാനിപ്പോൾ അധികം വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല, ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കുന്നില്ല. അങ്ങനെ ചെയ്താലും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരേ റിസൾട്ട് തന്നെയാണ്, ഒരേപോലെ തന്നെയാണ് ഇരിക്കുക. അപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യണം എന്നുള്ളവർക്ക് അതുപോലെ ചെയ്തെടുക്കാം. നമ്മൾ ഫ്രൈഡ് ചിക്കനൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ റെഡിയാക്കിയ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ മുഴുവനും പാനിലേക്ക് നിരത്തിയതിന് ശേഷം ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഇതിൻ്റെ ഒരു വശം നന്നായിട്ട് ഫ്രൈ ചെയ്യാം. ഒരു 4-5 മിനിറ്റ് സമയം കൊണ്ട് ഇതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടും. പിന്നെ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ഒരു വശം നന്നായിട്ട് ഫ്രൈ ചെയ്ത് നല്ല ക്രിസ്പി ആയിട്ട് മാറിക്കഴിയുമ്പോൾ ഇതിൽ നിന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
ഇതിപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു വശം ഫ്രൈ ആക്കാൻ വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ മീനും ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മറ്റേ വശവും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ തിരിച്ചിട്ട് വശം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ തിരിച്ചിട്ട് വശവും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഫ്രൈ ആവാത്ത ഭാഗമൊക്കെ ഇതുപോലെ ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളിതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നല്ല തടിയോട് കൂടിയിട്ടാണ് ഞാൻ ഈ മീൻ കഷ്ണങ്ങൾ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സൈഡിലൊക്കെ നല്ല തടി ഉണ്ടാവും. അപ്പോൾ ആ ഭാഗം ഫ്രൈ ആവാൻ ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ആ ഭാഗം കൂടി നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. എല്ലാ ഭാഗവും നല്ല മൊരിഞ്ഞ് നല്ല കറുമുറാന്നായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. മീൻ കഷ്ണങ്ങൾ മുഴുവനും പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ KFC ചിക്കനൊക്കെ പോലെ ഉണ്ടാവും. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ല കറുമുറാന്നിരിക്കും. ഇതിൻ്റെ പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക. നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടല്ലോ അതൊക്കെ കഴിക്കുന്ന അതേപോലെ തന്നെ ഉണ്ടാവും. നല്ല രുചിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ അയക്കൂറ ഫ്രൈ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ മീൻ കഴിക്കാത്ത കുട്ടികളൊക്കെ ഇത് തീർച്ചയായിട്ടും കഴിച്ചോളും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള മീൻ ഫ്രൈ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്